5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ഇടതുപക്ഷ ഹാൻഡിലുകളിലുള്ളവരുമൊക്കെ വലിയ തോതിൽ CPM-ഉം RSSുമായിട്ട് ഒരു കാലത്തും ബന്ധമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ബന്ധം ജനതാ പാർട്ടിയുമായിരുന്നു, ജനതാ പാർട്ടിയിൽ ജനസംഘം ലയിച്ചിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ എന്ത് വേണം എന്നൊക്കെ ചോദിക്കുന്നതാണ്. 1977 കൂത്തുപറമ്പ് തിരഞ്ഞെടുപ്പിലും 70 തിരഞ്ഞെടുപ്പിലുമൊക്കെ പിണറായി വിജയന് RSSുകാർ വോട്ട് ചെയ്തിരുന്നു എന്നുള്ള വലിയ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ആർഷോ മുതലുള്ള കുട്ടി സഹാക്കളോടാണ്. നിങ്ങൾ ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലേക്ക് പോകണം. വലിയ ദൂരമില്ല തിരുവനന്തപുരത്ത് നിന്ന് ചങ്ങനാശ്ശേരി പോകാൻ. അപ്പോൾ ചങ്ങനാശ്ശേരി NSS ഹിന്ദു നായർ സരസ്വതിയുടെ ഹിന്ദു കോളേജിൽ പോയാൽ അവിടുത്തെ ആർക്കൈവ് എടുത്തു കഴിഞ്ഞാൽ 1975 കാലഘട്ടത്തിൽ, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അവിടെ ഒരു ചെയർമാൻ ഉണ്ടായിരുന്നു. ആ ചെയർമാൻ്റെ പേര് സുരേഷ് കുറുപ്പ് എന്നാണ്. അദ്ദേഹം പിന്നെ SFIയുടെ വലിയ നേതാവായി, DYFI നേതാവായി, മന്ത്രിയാകേണ്ട ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല. അദ്ദേഹം വളരെ വലിയ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ചെറുപ്പക്കാരുടെ രോമാഞ്ചമെന്നോ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഒരു ആവേശമെന്നൊക്കെ പറയുന്ന സുരേഷ് കുറുപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം MLA ആയിരുന്നു ദീർഘകാലം. അദ്ദേഹം VS അച്യുതാനന്ദൻ്റെ ഒരു പക്ഷം പിടിച്ച ആളായതുകൊണ്ട് അദ്ദേഹത്തിന് പിണറായി മന്ത്രിയാക്കിയില്ല. പക്ഷേ പിണറായിയുടെ പക്ഷത്തേക്ക് പിന്നെ മാറിയെങ്കിലും മന്ത്രിയാക്കിയില്ല. ആ സുരേഷ് കുറുപ്പായിരുന്നു അന്നത്തെ ചെയർമാൻ. അന്ന് അവിടെ ആ കോളേജിൽ 2 മുന്നണികളാണ് മത്സരിച്ചത്, ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജിൽ. ഒന്നെന്ന് പറയുന്നത് DSU, ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് യൂണിയൻ. അതിനകത്ത് ഉണ്ടായിരുന്നത് KSU, അതിനകത്തുണ്ട് DSU എന്ന് പറയുന്ന KSU, പിന്നെ DSU, ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് യൂണിയൻ എന്നുള്ള രീതിയിൽ മറ്റ് പാർട്ടികളെല്ലാം കൂടി ചേർന്ന് ഒരു മുന്നണി. യുണൈറ്റഡ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ് USM എന്ന് പറഞ്ഞ് മറ്റൊരു മുന്നണി. അത് ABVPയും SFIയും കൂടിയായിരുന്നു. ആ SFIയുടെ മുന്നണിയിൽ മത്സരിച്ച ABVPക്കാരൻ, അല്ലെങ്കിൽ ABVP മുന്നണിയിൽ മത്സരിച്ച SFIയും ABVP മുന്നണി, ABVPക്കാരൻ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് MS കരുണാകരൻ. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ബൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ MS കരുണാകരൻ വോട്ട് ചെയ്തത് സുരേഷ് കുറുപ്പിനാണ്. ഈ ABVPയുടെ MS കരുണാകരനും മത്സരിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാർ 2 പേരിൽ ഒരാളായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. BMSൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് പോയ ആളാണ് അദ്ദേഹം. കറകളഞ്ഞ RSSകാരനും സംഘിയുമാണ്. അങ്ങനെ SFIയും ABVPയുമായി മുന്നണിയായി നിന്നിട്ടുണ്ട്. നിരവധി കോളേജുകളിൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തിരുന്നു. രാജ്യത്താകമാനം CPM-ഉം കോൺഗ്രസിനെതിരെ CPM-ഉം BJPയും BJP ഇല്ല, RSSും ജനസംഘവും ഒക്കെ കൈകോർത്ത് പിടിച്ച് പ്രവർത്തിച്ച കാലഘട്ടം തന്നെയായിരുന്നു. അതുകൊണ്ട് ദയവായി തള്ളിമറിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, ചരിത്രത്തിലും ആർക്കൈവിലും എല്ലാ രേഖകളും രജതരേഖകൾ പോലെ കിടപ്പുണ്ട്. സൂക്ഷിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. കാലം മാറിപ്പോയി, പണ്ടത്തെ കാലമല്ല. ദേശാഭിമാനി മാത്രമല്ല എല്ലാവരും വായിക്കുന്നത്, കൈരളി മാത്രമല്ല കാണുന്നത്, അതുപോലെ തന്നെ ദൂരദർശൻ മാത്രമല്ല ഉള്ളത്. ഒരുപാട് ചാനലുകളും സോഷ്യൽ മീഡിയയും ഫിംഗർ ടിപ്പിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ കിട്ടുന്ന കാലത്ത് എല്ലാം ചരിത്രത്തിൽ രേഖകളായി തന്നെ കിടക്കും. അത് അപ്പോൾ നമ്മെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് സുഹൃത്തുക്കളെ, സഖാക്കളെ, സംഘികളെ, പിന്നെ എല്ലാവർക്കും ആരായാലും കൊങ്ങികളെ, സുഡാപ്പികളെ, ചരിത്രത്തിൽ കൈവച്ചതും കൈകൊടുത്തതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് പിന്നീട് വിഴുങ്ങാതിരിക്കുക, ഏറ്റവും മിനിമം മിണ്ടാതിരിക്കുക. മൗനം വിദ്വാനുഭൂഷണം മണ്ഡനം.